നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ഹോസ്ദുർഗ് മണ്ഡലം MLAയുമായിരുന്ന M. നാരായണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഭൗതിക ശരീരം കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചു. അവസാനമായി ഒരു നോക്ക് കാണുവാൻ നിരവധി ആളുകളാണ് ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദ്വിദിന സത്യാഗ്രഹം തുടങ്ങി. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ക്ഷേമനിധി അംഗങ്ങളുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യം. FITUവിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി സംഗീതോത്സവം ഓഗസ്റ്റ് 9 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യത്യസ്ത ഇലക്കറികളുമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS സെക്കൻഡ് ഇലക്കറി മേള നടത്തി. പുതുതലമുറയ്ക്ക് ഇലക്കറി മേള കൗതുകമുണർത്തി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത മേള ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. വാർത്തകൾ വിശദമായി. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ഹോസ്ദുർഗ് മണ്ഡലം MLAയുമായിരുന്ന M. നാരായണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഭൗതിക ശരീരം കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചു. അവസാനമായി ഒരു നോക്ക് കാണുവാൻ നിരവധി ആളുകളാണ് ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ഹോസ്ദുർഗ് മണ്ഡലം MLAയുമായിരുന്ന M. നാരായണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. ആയിരത്തി 1991 മുതൽ 1996 വരെയും 1996 മുതൽ 2001 വരെയും ഹോസ്ദുർഗ് മണ്ഡലം MLA ആയിരുന്നു. 1991 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ ചെറുവത്തൂർ, നീലേശ്വരം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പഴയ ഹോസ്ദുർഗ് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറയാവാൻ യത്നിച്ച ജനകീയനായ MLA ആയിരുന്നു M. നാരായണൻ. 18 വർഷം പോസ്റ്റ്മാൻ ജോലി ചെയ്തിരുന്ന M. നാരായണൻ ജോലി രാജിവെച്ച ശേഷമാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയത്. 2015 മുതൽ 2020 വരെ ബേഡകം ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സമൂഹത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെയും ഒരു അത്താണിയായിട്ടാണ് നാരായണൻ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം 5 വർഷം നിയമസഭയിൽ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിയമസഭയിലെ മുഴുവൻ നേതാക്കന്മാരടക്കം വളരെ ശ്രദ്ധയോടെ കേൾക്കുവാൻ മനുഷ്യപ്പറ്റുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു നാരായണൻ. അദ്ദേഹത്തിൻ്റെ എളിമ, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, അതെല്ലാം ജീവിതാവസാനം വരെ അദ്ദേഹം തുടർന്നു. AIYF വെസ്റ്റ് എളേരി പ്രവർത്തകനായാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. CPI ജില്ലാ കൗൺസിൽ അംഗം, CPI കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി, കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ആദിവാസി മഹാസഭ സംസ്ഥാന സെക്രട്ടറി, BKMU ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ,
കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദ്വിദിന സത്യാഗ്രഹം തുടങ്ങി. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ദ്വിദിന സത്യാഗ്രഹത്തിന് തുടക്കമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദ്വിദിന സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് സത്യാഗ്രഹം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA നിയാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, നല്ലൊരു സർക്കാർ എന്ന് പറഞ്ഞാൽ ക്ഷേമ സർക്കാരാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമവും അവരുടെ അവകാശങ്ങൾ യാതൊരു പ്രയാസവും ഉണ്ടാകാതെ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് സർക്കാരിന്റെ പരമപ്രധാനമായ കാര്യം. എന്നാൽ സർക്കാർ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാർ അവരോട് വലിയ രീതിയിലുള്ള അവഗണനയും കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ സമര പോരാട്ടത്തിലേക്ക് പെൻഷനേഴ്സിന് കടന്നു വരേണ്ടി വന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഞാൻ വരുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് കൊണ്ടു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ മനസ്സിലെ മാണിക്യക്കല്ല് പോലെ ഞങ്ങൾ സൂക്ഷിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ. അതിനു മുമ്പ് AK ആന്റണിയും K കരുണാകരനും R ശങ്കർ ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നു. അവരെല്ലാം പെൻഷൻകാരോടും സർക്കാർ ജീവനക്കാരോടും ഏറ്റവും നല്ല രീതിയിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് 11ാം ശമ്പള കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബഹുമാനരായ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ ധീരമായ തീരുമാനങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PC സുരേന്ദ്രൻ നായർ, C രത്നാകരൻ, TK എഴുജിൻ, PP ബാലചന്ദ്രൻ ഗുരുക്കൾ, MK ദിവാകരൻ, P ദാമോദരൻ നമ്പ്യാർ, KM വിജയൻ, KP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി തോമസ് മാത്യു സ്വാഗതവും ബാബു മണിയങ്ങാനം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ഷേമനിധി അംഗങ്ങളുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം FITUവിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി FITU ജില്ലാ കമ്മിറ്റി ടൈലറിംഗ് ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ക്ഷേമനിധി ബോർഡുകൾ തകർക്കാൻ അനുവദിക്കില്ല എന്ന പ്രമേയവുമായി നടക്കുന്ന ക്യാമ്പയിന്റെ സമാപനം ഓഗസ്റ്റ് 21 സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കും. ക്ഷേമനിധി ഓഫീസുകളിൽ സ്ഥിരം നിയമനം നടത്തുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക, അംശാദായം അടക്കുന്നതിൽ വീഴ്ച വരുത്തി നേരിട്ട് ഹാജരാകുന്നതിന് 3 വർഷ സമയപരിധി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചുള്ള നിവേദനം ജില്ലാ ക്ഷേമനിധി ഓഫീസർക്ക് നൽകി. ഇതേ ആവശ്യങ്ങളുന്നയിച്ചുള്ള നിവേദനം ജില്ലയിലെ MLA മാർക്ക് നൽകി. നിൽപ്പ് സമരം FITU സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ MH മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളോളം, ഏതാണ്ട് 40 വർഷങ്ങളോളം 20 വയസ്സായ ഒരു തൊഴിലാളി 40 വർഷം ക്ഷേമനിധി അംശാദായം അടച്ചു കഴിഞ്ഞാൽ 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് പെൻഷനായി ഇന്നത്തെ സ്ഥിതിക്ക് 1600 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കിട്ടും. കുറെയെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ക്ഷേമനിധി ബോർഡുകളിലും വർഷങ്ങളായി ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് 1990 കേരള ആർട്ടിസാൻ ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നപ്പോൾ 2 രൂപ അംശാദമായി പ്രതിമാസം 2 രൂപ അംശാദായം അതായത് 24 രൂപ പ്രതിവർഷ അംശാദായം അടച്ചുകൊണ്ടിരുന്ന ഒരു തയ്യൽ തൊഴിലാളി ഘട്ടം ഘട്ടമായി 2020 50 രൂപ അംശാദായം പ്രതിമാസ അംശാദായമായും അതായത് 600 രൂപ പ്രതിവർഷ അംശാദായമായും അടച്ചുകൊണ്ടിരിക്കുകയാണ്. 2 രൂപയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ 24 രൂപ പ്രതിവർഷ അംശാദമായിരുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന അതേ ആനുകൂല്യങ്ങൾ നാമമാത്രമായി ചില ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് CH മുത്തലീബ് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി CH ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സഫിയ സമീർ, രാജൻ കോളംകുളം,
TK അബ്ദുൽ സലാം, KV പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. യുസ്ര, K റഷീദ, സഹീറ, ലത്തീഫ്, ഉമ്മു ഹബീബ, K രഞ്ജിനി, N ഇസ്മായിൽ, ഫൗസിയ OT എന്നിവർ നേതൃത്വം നൽകി. PK രവി സ്വാഗതവും TMA ബഷീർ അഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സംഗീത നാടക അക്കാദമി സംഗീതോത്സവം ഓഗസ്റ്റ് 9 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംഗീത നാടക അക്കാദമി സംഗീതോത്സവം അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി, ജില്ലാ കേന്ദ്ര കലാസമിതി കാസർഗോഡ് എന്നിവരുടെ സഹകരണത്തോടെയാണ് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. സംഗീത നാടക അക്കാദമി അതിന്റെ പരിപാടി കുറെ കൂടി ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും കേന്ദ്ര കലാസമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിക്കപ്പെടുന്നു. അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അക്കാദമിയുടെ പരിപാടികൾ ഓരോ ജില്ലയിലും അതിന് നേതൃത്വം കൊടുക്കുകയും പരിപാടി കുറെ കൂടി ജനകീയമാക്കി മാറ്റുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം 3 പരിപാടികൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നടക്കാവിൽ വെച്ച് നടന്നിട്ടുള്ള അമേച്ചർ നാടകോത്സവം, വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയ അമേച്ചർ നാടകോത്സവം നമുക്ക് എല്ലാവർക്കും അറിയാം. കൊല്ലം GS ബാലമുരളിയാണ് വായ്പാട്ട് അവതരിപ്പിക്കുന്നത്. കൂടെ വയലിൻ മാത്തൂർ രഞ്ജിത്ത്, അതുപോലെ തന്നെ ഘടം അഞ്ചൽ കൃഷ്ണഗിർ, മൃദംഗം താമരക്കുള്ള കൃഷ്ണകുമാർ, മുഖർശങ്കർ, ഗോപി, നാദലയ. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ജില്ല വിട്ടിട്ടുള്ള പേര് കേട്ട സംഗീതജ്ഞരെ നമ്മുടെ നാടിനെ പരിചയപ്പെടുത്തുക എന്നുള്ള അക്കാദമിയുടെ ഏറ്റവും ഉയർന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ ഒരു സന്തോഷം കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിൽ കിട്ടി എന്നുള്ളതാണ്. നേരത്തെ രാജമാഷി അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉത്തരവാദിത്വം മറ്റ് സ്ഥലങ്ങളിൽ ഉള്ളതിനേക്കാൾ മനോഹരമായിട്ട് ഇത് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ അത്രയും പബ്ലിസിറ്റി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള സംഗീത നാടക അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ ആമുഖ ഭാഷണം നടത്തും. ഉദുമ മണ്ഡലം MLA CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിക്കും. സംഗീതം, അനുഭവം, ആവിഷ്കാരം എന്ന വിഷയത്തിൽ ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ പ്രഭാഷണം നടത്തും. കേരള സംഗീത നാടക അക്കാദമി മെമ്പർ AD പ്രസാദ് സ്വാഗതവും അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ റഫീഖ് മണിയങ്ങാനം, രാജേഷ് കറിയ, ജയരാജൻ കണ്ണോത്ത്, PV ജയരാജൻ, CP ശുഭ, രാജൻ ഉദിനൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യത്യസ്ത ഇലക്കറികളുമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS സെക്കൻഡ് ഇലക്കറി മേള നടത്തി. പുതുതലമുറയ്ക്ക് ഇലക്കറി മേള കൗതുകമുണർത്തി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത മേള ഉദ്ഘാടനം ചെയ്തു. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഇലക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS സെക്കൻഡ് ഇലക്കറി മേള സംഘടിപ്പിച്ചു. വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന 15ഓളം ഇലക്കറികളുടെ പ്രദർശനമാണ് നഗരസഭാ കാര്യാലയത്തിൽ നടന്നത്. മൊത്താൽ ഇല, കീഴാർനെല്ലി, പുത്രഞ്ചാരി, ചുവന്ന ചീര, കോവയ്ക്ക, ചേനയില, തവര തുടങ്ങിയ ഔഷധ ഗുണങ്ങളും ആരോഗ്യപ്രദവുമായ ഇലകൾ ഉപയോഗിച്ച് ചമ്മന്തി, തോരൻ തുടങ്ങിയ വിഭവങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത മേള ഉദ്ഘാടനം ചെയ്തു. ഇലക്കറി ഫെസ്റ്റ് കർക്കിടക കഞ്ഞി തുടങ്ങിയിട്ട് ഇപ്പോൾ 10 ദിവസമായില്ലേ, 7 ദിവസം. 7ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇലക്കറി ഫെസ്റ്റുമായി അടുത്ത കുടുംബശ്രീ CDS വന്നിട്ടുള്ളത്. അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റിലും കാണുന്ന ഒരുപാട് ഇലകൾ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് എന്ന് നമുക്കറിയാത്തത് ഇവിടെ അത്തരത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അതിനെ രുചിച്ചറിഞ്ഞാൽ അറിയാം എന്താണ് അതിൻ്റെ രുചി എന്നുള്ളത്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഔഷധ ഗുണമുള്ള ഇലകളും ഇവിടെ കറികളുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ പ്രകൃതിയിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ഒരു ഇലക്കറി ഫെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ
ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ആളുകളാണ്. ഇത് ഒരു ദിവസം മാത്രമല്ല, ഒരു തുടർച്ചയായി എപ്പോഴും ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ആളുകൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള സംരംഭങ്ങളുമായിട്ട് കുടുംബശ്രീ മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാൻ. ചടങ്ങിൽ വച്ച് മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ ടീച്ചറെ ആദരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി സരസ്വതി, കെ അനീഷൻ, കെ പ്രഭാവതി, കൗൺസിലർമാരായ 7 സ്റ്റാർ അബ്ദുൾ റഹ്മാൻ, വി ശോഭ, എൻ അശോക് കുമാർ, നഗരസഭാ സെക്രട്ടറി എം കെ ഷിജു, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ, CDS ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യ ജാനകി, ജില്ലാ മിഷൻ ജീവനക്കാരായ അഖിൽ രാജ്, കെ നിമിഷ, കെ ജിജി, ജെനി രാജ്, കെ ശ്രീഷ്മ, കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരായ ET ശ്രീവിദ്യ, കെ രുക്മിണി, കുടുംബശ്രീ അക്കൗണ്ടന്റ് കെ ഷീഭ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ CDS കെ സുജിനി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ PV ശശികല നന്ദിയും പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. വരുന്ന സമയത്ത് നമുക്ക് എന്താ പ്രശ്നം അറിയോ? ഇതിലേക്ക് ശ്രദ്ധ വരും. സത്സംഗം തന്നെ അവിടെ യാഗം എന്ന് പറഞ്ഞ സത്സംഗം നടക്കാൻ പോവാണ്. അപ്പോ ഈ താടക ആഗ്രഹത്തെ അവിടെ ഇല്ലാതാക്കിയപ്പോൾ ആഗ്രഹത്തിന്റെ താടകന്റെ സഹോദരന്മാരില്ലേ 2 പേര്, മാരിയനും സുബാബും. ഇവര് സുഖം ദുഃഖം, ഈ ആഗ്രഹം വരുമ്പോ നമുക്കെന്തോ സുഖവും ദുഃഖം വരും, സങ്കല്പങ്ങൾ വരും. ഈ ആഗ്രഹത്തിൽ നിന്ന് ഒന്ന് സങ്കല്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആഗ്രഹം വരുന്നത്. ഈ ആഗ്രഹം വന്ന് സുഖദുഃഖാവസ്ഥ നമ്മുടെ മനസ്സിന് വരുമ്പോഴേ ഈശ്വരങ്കിലേക്ക് ആദ്യം തീരുമാനിച്ച് അത് ഓർമ്മ വേണം. ആത്മസാക്ഷാത്കാരം നമ്മുടെ മനുഷ്യൻ ഭൂമിയിലേക്ക് വരാനുള്ള ഏറ്റവും ലക്ഷ്യം ഈശ്വരങ്കിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഈശ്വരങ്കിൽ എത്താൻ നമ്മൾ വിചാരിക്കേണ്ട ഇങ്ങനെ ഒരുപാട് യൂണിഫോം ഇട്ടാലൊന്നും ഈശ്വരങ്കിൽ എത്തില്ല. ആധ്യാത്മിക മൂല്യങ്ങൾ തിരിച്ചറിയാത്ത ആൾക്കാരാണ് ലഹരിക്കും മറ്റു കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, സെക്രട്ടറി രാജേന്ദ്രൻ, ഡോക്ടർ പവിത്രൻ, ഡോക്ടർ വിനോദ് കുമാർ, കൂളിയങ്കാൽ ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അഭിലാഷ് തോയമൽ, സുജിത് കുമാർ KS, ഇന്ദുലേഖ, വി ലക്ഷ്മി, ഷൈജു പാണത്തറ, രതീഷ് ഹെഗ്ഡെ, ഗണേശൻ കണ്ടത്തിൽ, തിബിൻ കുഞ്ഞുവളപ്പിൽ, നളിനി, വേണുഗോപാൽ, അഡ്വക്കേറ്റ് വേണുഗോപാൽ, ഗംഗാധരൻ നാരന്തട്ട എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചതുരക്കിണർ ജനകീയ വായനശാല വയോജനവേദി രൂപീകരണവും ആദരിക്കലും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. നാടിനാകെ അക്ഷരത്തിന്റെ പൊൻവെളിച്ചം പകർത്തുന്നതോടൊപ്പം സാമൂഹിക മുന്നേറ്റത്തിന് ജനകീയ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭ 21-ാം വാർഡ് ചതുരക്കിണർ ജനകീയ വായനശാല പൊതുനന്മ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയോജനവേദി രൂപീകരണം നടത്തി. വയോജനങ്ങളുടെ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുന്നതിനും സാമൂഹിക പ്രവർത്തനം സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് വാർഡിലെ മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മയിൽ വയോജനവേദി രൂപീകരണം നടന്നത്. വയോജനവേദിയിൽ രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. അവരോട് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞതാണ് എത്ര നേരം വെച്ചാൽ TV കാണുക. അപ്പോ അവരനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അല്ലേ? കുടുംബ വ്യവസ്ഥയൊക്കെ മാറി. ഇപ്പോ ജോലി ചെയ്യുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ തൊട്ട് അടുത്തൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരും രാജ്യം കടന്നു പോവുകയാണ്. +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നീട് പഠിക്കാനുള്ളതടക്കം പുറം രാജ്യങ്ങളിൽ യൂറോപ്പിലേക്കൊക്കെയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ പറിച്ചു നടപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇനി വരും കാലത്ത് പ്രായമായ ആളുകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. കാരണം പഴയ കാലത്ത് തൊഴിൽ തേടിയിട്ട് ഗൾഫിലൊക്കെ പോയാൽ അറേബ്യൻ നാടുകളിലേക്കാണ് പോവുക അല്ലെ? ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരും അവിടെ സ്ഥിരമായി നിൽക്കില്ല. കുറച്ചു കാലം അവിടെ പണിയെടുത്ത് കുറച്ചൊരു വരുമാനം ഒരു സമ്പാദ്യമൊക്കെ ആയാൽ തിരിച്ചു വരും. തിരിച്ചു വന്ന് നമ്മുടെ നാടിനകത്ത് ഒരു വീടൊക്കെ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള
കാര്യങ്ങളൊക്കെ തുടങ്ങി ഇവിടെ നോക്കുള്ളൂ. ചടങ്ങിൽ വെച്ച് മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള പുരസ്കാരം നേടിയ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചറെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. വായനശാല പ്രസിഡന്റ് K അമ്മിണി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണൻ, മുൻ അധ്യാപകൻ KK രാഘവൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി സീതാദേവി കരിയാട്ട സ്വാഗതവും രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു. ഭാരവാഹികൾ K ഗോപിനാഥൻ പ്രസിഡന്റ്, P വത്സമ്മ, K ശാരദ വൈസ് പ്രസിഡന്റ്മാർ, KK രാഘവൻ സെക്രട്ടറി, VM ഗംഗാധരൻ, KV മാധവി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളത്തിലെ സമഗ്ര വികസനത്തിന് വലിയ സംഭാവനകൾ നൽകിയ കുടുംബശ്രീ കർമ്മരംഗത്ത് 25 വർഷം പൂർത്തീകരിച്ചു. ഇതിന്റെ ഭാഗമായി കുടുംബശ്രീയെ അടുത്തറിയാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്കായി തിങ്കളാഴ്ച ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ IAS ശില്പശാല ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്ത് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളുടെ തുടക്കം കുറിക്കുന്നത് കുടുംബശ്രീയിൽ നിന്നാണെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി ആരംഭിച്ച കുടുംബശ്രീ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വലിയ സംഭാവനകളാണ് നൽകിയതെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് കേരളത്തിലെ എല്ലാ ജീവിത മേഖലകളിലും കുടുംബശ്രീ അതിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. കർമ്മരംഗത്ത് 25 വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി കുടുംബശ്രീയെ അടുത്തറിയുവാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിൻ്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്കായി കുടുംബശ്രീ ചരിത്രം വർത്തമാനം എന്ന പേരിലാണ് തിങ്കളാഴ്ച ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നതെന്നും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ശില്പശാല കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാഘോഷവും ജനകൽസ പ്രൊജക്ടിൻ്റെ ഉദ്ഘാടനവും കുടുംബശ്രീ പട്ടികവർഗ അനിമേറ്റർ ബ്രിഡ്ജ് കോഴ്സ് മെൻറ്റർമാരുടെ മേഖലാതല സംഗമവും വെള്ളി ശനി ദിവസങ്ങളിൽ കുറ്റിക്കോളിൽ വെച്ച് നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഗോത്രകലയായ മംഗലം കളിയുടെ അവതരണം ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ നടക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ജനഗൽസ എന്ന പേരിൽ, ജനങ്ങളുടെ ഉത്സവം എന്ന പേരിൽ കേരളത്തിലെ വിവിധ ഗോത്ര വിഭാഗങ്ങൾ അവരുടെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മുദ്ര ചെയ്യപ്പെട്ട തദ്ദേശീയ കലാരൂപങ്ങളുടെ പുനരുജ്ജീവനമാണ് ഈ ജനഗൽസ എന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിലൂടെ ഈ നമുക്ക് അന്യം നിന്ന് പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന തദ്ദേശീയ കലാരൂപങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും അവരെ പൊതു ഇടങ്ങളിലേക്ക് അവതരിപ്പിക്കുകയും അതിലൂടെ ഒരു കൃത്യമായ രീതിയിൽ അവരൊരു സംരംഭം എന്ന നിലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഒരു ഉപജീവന മാർഗമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഓഗസ്റ്റ് 9 നടക്കുന്നത്. 3 സെഷനിലായിട്ടാണ് പൊതുപരിപാടികൾ വെച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് 8 രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്ഥലം MLA കൂടിയായിട്ടുള്ള CH കുഞ്ഞമ്പു അവർകളാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുരളി പയ്യങ്ങാനം, ധന്യായം, CDS ചെയർപേഴ്സൺ റീന C, ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ K, ADMC കിഷോർ കുമാർ KM, PRO അമ്പിളി K എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭ ഹോസ്തൂർഗ് അംഗൻവാടി പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. പ്രവർത്തന ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്ന കാഞ്ഞങ്ങാട് നഗരസഭ 4-ാം വാർഡ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മാരിയമ്മ ക്ഷേത്രം റോഡിൽ ഹോസ്തൂർഗ് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന അംഗൻവാടിയുടെ കെട്ടിടത്തിനുണ്ടായ കാലപ്പഴക്കം കൊണ്ടാണ് പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഈ അംഗൻവാടിയുമായിട്ടുള്ള ബന്ധം നാരായണ ടീച്ചറോട് ചോദിച്ചാൽ അറിയാം. ഞാനും ഒരു കാലത്ത് ഈ അംഗൻവാടിയുടെ രക്ഷിതാവായിരുന്നു. അന്ന് മുതൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം മുതലേ ഉള്ള കെട്ടിടമാണ് ഇപ്പോഴും ഈ അംഗൻവാടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാലപ്പഴക്കത്താൽ ചോർന്നൊലിച്ച കെട്ടിടം കുറേ വർഷങ്ങളായി പലതരത്തിലുള്ള അറ്റകുറ്റപ്പണികളിലൂടെ മുന്നോട്ട് നീങ്ങിയതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാങ്കേതിക കാരണങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫണ്ട് ലഭ്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട്
ഇപ്പോഴാണ് അതൊക്കെ പരിഹരിച്ച് നമുക്ക് ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, ഈ ഒരു കെട്ടിട നിർമ്മാണം എന്നുള്ളതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർത്ത് തരും, ഇതിൻ്റെ ബിൽഡിംഗ് പൂർത്തിയാക്കി തരും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കരാറുകാരൻ നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്തൊരു ഇംഗ്ലീഷ് മീഡിയം കിൻഡർ ഗാർഡൻ സ്കൂൾ ഉണ്ടായിട്ട് കൂടി ഈ അംഗൻവാടിയെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള, ഇപ്പോൾ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം, 4ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം 3 അംഗൻവാടികളുണ്ട്. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ലത, കെ അനീഷൻ, കെ പ്രഭാവതി, കെ വി സരസ്വതി, കൗൺസിലർ കുസുമ ഹെഗ്ഡെ, പൊതുപ്രവർത്തകരായ കെ കെ രാജഗോപാലൻ, എച്ച് ദാമോദരൻ, എച്ച് പരമേശ്വരൻ, അംഗൻവാടി വർക്കർ സിന്ധു, ഹെൽപ്പർ ഹൈമാവതി എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർ എൻ അശോക് കുമാർ സ്വാഗതവും ICDS സൂപ്പർവൈസർ കെ ഷൈമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറിയ കുട്ടികളിലെയും കൗമാരപ്രായക്കാരിലെയും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ചേർന്ന് നടപ്പാക്കുന്ന സ്പന്ദനം പദ്ധതി തുടങ്ങി. കൊയോങ്കര ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ സ്പന്ദനം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറിയ കുട്ടികളിലെയും കൗമാരപ്രായക്കാരിലെയും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, വളർച്ച സംബന്ധമായ കാര്യങ്ങളും ബുദ്ധി, പഠന, സ്വഭാവ വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റാരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്പന്ദനം. മരുന്നുകൾ വാങ്ങാനും ചികിത്സിക്കേണ്ട കുട്ടികളെ കണ്ടെത്തുന്നതിനും ഉൾപ്പെടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ 6 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആദ്യ പദ്ധതിയാണ് തൃക്കരിപ്പൂർ കൊയോങ്കര ഗവൺമെന്റ് ആശുപത്രിയിൽ നടപ്പാക്കിയത്. കൊയോങ്കര ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സ്പന്ദനം പദ്ധതിയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. അതുപോലെ സ്വഭാവത്തിൽ അവർക്ക് വൈകല്യം ഉണ്ടാവും, പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ അത്തരം കുട്ടികളെ എങ്ങനെ കണ്ടെത്തും? പറഞ്ഞാൽ അംഗൻവാടികളിൽ പോയി ഈ ഡോക്ടർമാരും ആ സ്റ്റാഫും ഒക്കെ അംഗൻവാടിയിൽ പോകും, LP UP സ്കൂളിൽ പോകും. അവിടെ പോയി ഈ കുട്ടികളുടെ ആ ടീച്ചറുമായും അവിടുത്തെ അധ്യാപകന്മാരുമായും ഒക്കെ ബന്ധപ്പെട്ട് അത്തരം കുട്ടികളെ കണ്ടെത്തും. അതോടൊപ്പം തന്നെ ആസ്പത്രിയിലെത്തുന്ന ആളുകൾക്ക് കൂടി അത് സൗകര്യപ്രദമാകുന്ന രീതിയിൽ അത്തരം കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ചികിത്സ നടത്തുക എന്നതാണ് ഈ സ്പന്ദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്താണ് തുടക്കം കുറിച്ചതെങ്കിലും കാസർഗോഡ് ജില്ലയിൽ ഒരു പഞ്ചായത്തും ഈ പദ്ധതി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ. ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ ഈ പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് EM ആനന്ദവള്ളി അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV സാജൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ദേശീയ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിഖില നാരായണൻ, ആയുർവേദ ആശുപത്രി മാനസികാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ K റഹ്മത്തുള്ള, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ M രാമചന്ദ്രൻ, K പത്മനാഭൻ, T അജിത, AG അമീർ ഹാജി, കാസിം മുടുമുദ്ദല എന്നിവർ സംസാരിച്ചു. ഉറുമേസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ. ഭക്ഷണകാര്യത്തിൽ രുചിയേക്കാൾ ഗുണത്തിനായിരിക്കണം ആദ്യ പരിഗണനയെന്ന സന്ദേശമുയർത്തി ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കർക്കിടകക്കഞ്ഞിയും പത്തിലക്കറിയും തയ്യാറാക്കി. സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആരോഗ്യ സംരക്ഷണ പരിപാടിയുടെ ഭാഗമായാണ് കർക്കിടകത്തിൽ കഞ്ഞിയും ഇലക്കറിയും വിളമ്പിയത്. തരക്കിയ നാടനരി, നുറുക്ക് ഗോതമ്പ്, പിളർത്തിയ ചെറുപയർ എന്നിവക്കൊപ്പം അജാളി, ഉലുവ, ശതകുപ്പ, അയമോദകം തുടങ്ങി 20 ഔഷധക്കൂട്ട്, ദശപുഷ്പങ്ങളുടെ നീര് എന്നിവ ചേർത്ത് പ്രകൃതി മിത്ര അവാർഡ് ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിലാണ് കഞ്ഞി തയ്യാറാക്കിയത്. ചീര, കുമ്പളം, തവര, മണിത്തക്കാളി, പയർ, മത്തൻ, കൊടുത്തൂവ, സാമ്പാർ ചീര, തഴുതാമ, പൊന്നാങ്കണ്ണി തുടങ്ങിയ 10 ഇലകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഇലക്കറിയും ചേർത്താണ് കർക്കിടകക്കഞ്ഞി 600-ൽ പരം വിദ്യാർത്ഥികൾക്ക് വിളമ്പിയത്. ഭക്ഷണ രീതികൾ മാറി പുതിയ പുതിയ തലമുറ കൃത്രിമമായ ഭക്ഷണത്തിൻ്റെ നേരെ സന്തോഷം കാണുന്ന ഈ കാലത്ത് അതിനൊരു വ്യത്യാസം. ഭക്ഷണം എന്നുള്ളത് വായ്ക്ക് വേണ്ടിയല്ല, വയറിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ രുചിയല്ല, ഗുണമാണ് ഭക്ഷണം. ഗുണം കുഞ്ഞുങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ മറ്റെല്ലാ
കൂടെ നിന്നുകൊണ്ട് നമ്മുടെ PTA സജീവ സാന്നിധ്യത്തോടെ അതിനപ്പുറം തന്നെ മദർ PTA സജീവതയോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ തൃക്കരിപ്പൂരെ നമ്മളറിയപ്പെടുന്ന വൃക്ഷമിത്ര അവാർഡ് ജേതാവ് കൂടിയായ കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിലാണ് നമ്മളിന്ന് സ്കൂളിലെ 600ഓളം വരുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായിട്ട് ഔഷധക്കഞ്ഞി കർക്കിടകക്കഞ്ഞിയും ഒപ്പം 10 ഇല കറിയും ഒരുക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തത്. കഞ്ഞിയും കറിയും തയ്യാറാക്കാനും വിളമ്പാനും അധ്യാപകരും രക്ഷിതാക്കളും മത്സരിക്കുകയായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് KP രമേശൻ, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ മനോജ് പിലിക്കോട, VV പ്രമീള, ഉഷാകൃഷ്ണൻ, K ചിത്രലേഖ, K ആശ, VK ആമിന, K രഞ്ജിമ എന്നിവർ നേതൃത്വം നൽകി. ഉർമേഷ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മൗങ്കാൽ IAM ഹാളിൽ വെച്ചാണ് ക്ലാസ് നടന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിലാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മൗങ്കാൽ IMA ഹാളിൽ വെച്ചാണ് ക്ലാസ് നടന്നത്. എൻവയോൺമെന്റൽ എഞ്ചിനീയർ ശ്രീലക്ഷ്മി PB ക്ലാസ് കൈകാര്യം ചെയ്തു. ശേഷം മാത്രമേ കെട്ടിടം പണിതു തുടങ്ങാൻ പാടുള്ളൂ. അപ്പൊ അത് കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് എക്സ്പാൻഷൻ വേണം. TV ആദർശ്, A വിസ്മയ, K സൂര്യ നായർ, PV സിദ്ധാർത്ഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. GVHSS അമ്പലത്തറയിൽ അനുമോദനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. അമ്പലത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം ഒരു കലാലയത്തിന് അത്യാവശ്യമാണ് എന്നറിയുന്നത് കൊണ്ടാണ് കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, നമുക്ക് ജീവിതത്തിൽ നല്ല നിലയിലെത്താൻ വിദ്യാഭ്യാസം ആവശ്യമാണ്, ജോലി കിട്ടാൻ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനായി തീരുക, ഒരു സാമൂഹ്യ ജീവിയായി തീരുക, നന്മയുള്ള സ്വതന്ത്രമായ നിർഭയമായ ഒരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ എപ്പോഴും പ്രവേശിപ്പിക്കുന്നത് സർഗാത്മക പ്രവർത്തനങ്ങളാണ്. വിശേഷിച്ചും വായന പോലെയുള്ള സർഗാത്മക പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് എല്ലാ കലാരൂപങ്ങളും അങ്ങനെ നമ്മെ പുതിയ മനുഷ്യനാക്കുന്ന, മനുഷ്യപ്പറ്റുള്ള മനുഷ്യനാക്കുന്ന, മനുഷ്യപ്പറ്റുണ്ടാകുമ്പോൾ മാത്രമേ ഒരാൾ മനുഷ്യനാവുന്നുള്ളൂ. അല്ലെങ്കിൽ അവൻ മനുഷ്യനെന്ന് പോലും വിളിക്കാൻ പറ്റാത്ത വിധത്തിൽ, നമുക്കറിയാം പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന, പലപ്പോഴും നമ്മൾ വായിക്കുന്ന, കാണുന്ന, ചാനലുകളിൽ കാണുന്ന വാർത്തകളൊക്കെ നമ്മെ വല്ലാതെ വേട്ടയാടുന്ന വാർത്തകളാണ്. പഠനത്തോടൊപ്പം വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നന്മയുള്ള മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന് വായനയും കലാസാംസ്കാരിക മേഖലയിലെ ഇടപെടലുകളുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനും വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓരോ കുട്ടികളുടെയും കഴിവുകൾ കണ്ടെത്തുന്നതിനും അവ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ സാധിക്കുമെന്നും അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. എഴുത്തിൽ കഴിവ് തെളിയിച്ച പ്രാദേശിക എഴുത്തുകാരായ വേണുഗോപാൽ ചുണ്ണംകുളം, നാരായണൻ അമ്പലത്തറ, മൃദുൽ മീങ്ങോത്ത്, രാജേഷ് നർക്കല തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ജില്ലാ വടംവലി മത്സരത്തിൽ മികച്ച വിജയം നേടിയ സ്കൂൾ ടീമിനെയും പ്രത്യേകം അനുമോദിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ CK സബിത, പ്രിൻസിപ്പൽ KV പ്രശാന്ത്, PTA വൈസ് പ്രസിഡന്റ് M ജയകുമാർ, SMC ചെയർമാൻ മനോജ് കുമാർ അമ്പലത്തറ, അനിൽകുമാർ, ഫിലിപ്പ്, രാജൻ മീങ്ങോത്ത് എന്നിവർ സംസാരിച്ചു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് K നിഷ സ്വാഗതവും വിദ്യാരംഗം ചുമതലയുള്ള C പാർവണിന്ദു നന്ദിയും പറഞ്ഞു. അംബികാസുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിയുടെ ദൃശ്യാവിഷ്കാരവും വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹവുമായുള്ള സംവാദവും നടന്നു. അംബികാസുധൻ മാങ്ങാടിന്റെ പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.
സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തളങ്കര റേഞ്ച് യോഗം തെരുവത്ത് ഉബൈദ് സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു. അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത 100ാം വാർഷികം വിജയിപ്പിക്കുവാൻ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റികളിൽ ആഹ്വാനം ചെയ്തു. തെരുവത്ത് ഉബൈദ് സാംസ്കാരിക കേന്ദ്രത്തിൽ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തളങ്കര റേഞ്ച് യോഗം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് വെളിഞ്ചം മുഖ്യ പ്രഭാഷണം നടത്തി. തളങ്കര റേഞ്ച് പ്രസിഡന്റ് ഹസൈനാർ ഹാജി തളങ്കര അധ്യക്ഷത വഹിച്ചു. ടി എ ഷാഫി, കെ എം ഹനീഫ്, യു കെ യൂസഫ് പുലിക്കുന്ന്, കെ എം അബ്ദുല്ല, അഷ്റഫ് മർദള, ബഷീർ തൽപ്പനാച്ചെ, കെ എം അബ്ദുൽ നാസർ, ഷഫീഖ് ദാവൂദ്, സിയാദ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ബാങ്കോട് സ്വാഗതവും മുഹമ്മദ് വെൽക്കം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ഹോസ്ദുർഗ് മണ്ഡലം MLA-യുമായിരുന്ന M. നാരായണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഭൗതിക ശരീരം കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചു. അവസാനമായി ഒരു നോക്ക് കാണുവാൻ നിരവധി ആളുകളാണ് ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദ്വിദിന സത്യാഗ്രഹം തുടങ്ങി. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ക്ഷേമനിധി അംഗങ്ങളുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം FITU-വിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി സംഗീതോത്സവം ഓഗസ്റ്റ് 9 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യത്യസ്ത ഇലക്കറികളുമായി കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS സെക്കൻഡ് ഇലക്കറി മേള നടത്തി. പുതുതലമുറയ്ക്ക് ഇലക്കറി മേള കൗതുകമുണർത്തി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത മേള ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.